സുരേന്ദ്രയുടെ ഒക്കെ കുത്തി പൊട്ടിക്കല്ലേ? കുത്തി പൊട്ടിക്കാൻ ഇതാ വലിയ ടൈല്, ഇത്രയും വലിയ ടൈല് ഇവിടെ ഒക്കെ പൊളിച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോണ്. അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി വാട്ടർ പ്രൂഫ് ആണല്ലേ? എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പൊ നമ്മള് മുന്നേ നമ്മളെ സ്റ്റോൺ ലാക്കിന്റെ സുരേന്ദ്രന്റെ അടുത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സ്റ്റോൺ ലാക്ക് നല്ല ഹിറ്റ് ആയിട്ടോ. ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്, അതിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ മറ്റൊരു യൂണീക്ക് പ്രൊഡക്റ്റ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിന്റെ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു വലിയ വീട്ടില് ഈ സ്ഥലങ്ങളിലൊക്കെ ലീക്ക് വരുന്നുണ്ട് അല്ലേ? ഇവിടെയൊക്കെ ലീക്ക് മൊത്തം ആണല്ലേ? അതായത് ഇത് നല്ല ടൈലാണത്. ടൈലോ മാർബിൾ? അത് എന്താ സാധനം? ഇത്ര നല്ല കട്ടിയുള്ള ഒരു മാർബിളാ? ആഹാ, അത്രയും മാർബിൾ അത്രയും കട്ടിയിൽ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ലക്ഷങ്ങൾ മുടക്കിയ സാധനം, ലക്ഷങ്ങൾ മുടക്കിയതാണ്. ഇതിപ്പോ സിമെന്റ് നല്ല കട്ടിയിലുണ്ടാവൂലേ അടിയില്? കൊറേയൊക്കെ ചെയ്തിട്ടുണ്ട്, വെള്ളം നിൽക്കുന്നുണ്ട്. അതായത് അതായത് ഈ ഒരു ടൈലിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിലൂടെ ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഈ സിമെന്റിൽ മൊത്തമായിട്ട് വെള്ളം നിൽക്കുകയാണ് അല്ലേ? വെള്ളം ഉണ്ട്, അടിയിൽ വെള്ളം ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്ക് അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ മഴവെള്ളം നനവ് വരുന്ന ഭാഗങ്ങളിലൊക്കെ വാട്ടർ പ്രൂഫ് നിർബന്ധമാണ്. ഇതുപോലുള്ള ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ബാത്റൂമിലാണെങ്കിലും ഓപ്പൺ ടെറസിലാണെങ്കിലും വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് വേണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത്. വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നല്ല, വാട്ടർ പ്രൂഫ് ചെയ്യുന്നവരും മര്യാദ നോക്കി ചെയ്യണം. അത് വേണം. എന്തെങ്കിലും വാട്ടർ പ്രൂഫ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യണതിന് സിസ്റ്റം ഉണ്ട്, അത് നമ്മൾ പറഞ്ഞുതരാം. സിസ്റ്റം അപ്പുറം അവിടെ നടന്നുകൊണ്ടിരിക്കണ്ടേ, നമ്മൾ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ടൈലൊക്കെ പൊളിച്ചിട്ട് ഈ ഒരു സിമെന്റ് ഒക്കെ അടർത്തി എടുക്കുന്ന പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇത്രേ ഉള്ളൂ. അവിടെ അപ്പുറത്തെ സൈഡിൽ അതിന്റെ ഒരു വാട്ടർ പ്രൂഫ് അടിക്കുന്നതൊക്കെ ഉണ്ട്, അവിടെ കാണിച്ചത്. അപ്പൊ ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും സുരേന്ദ്രനാട്ട ചാലക്കുടി തന്നെയല്ലേ? ഈ ഒരു വീടാണ്, ഒരു ഗംഭീര വീടാണല്ലേ? അത്യാവശ്യം വലിയ വീടാണ്. നമുക്ക് ഈ ഒരു വീടിന്റെ അപ്പുറത്തെ സൈഡ് കാണാം കേട്ടോ. ഇതിന്റെ ഈ ഒരു വീടിന്റെ ഈ ഒരു സൈഡിലും കുറച്ച് ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒക്കെ അതേപോലെ ഒക്കെ പൊളിച്ച് റെഡിയാക്കിയത് സ്ലാബാണല്ലേ അത്? ഇതാണ് ഇതിന്റെ മദർ സ്ലാബ് അല്ലേ? ഇതാണ് ഇതിന്റെ ബാക്കി. ഈ ഒരു കനത്തിൽ, ഇത്രയും കനത്തിൽ പ്ലാസ്റ്ററിങ്ങും ടൈലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ കുത്തി പൊളിച്ച് ലെവലാക്കി ഇവിടെ വാട്ടർ പ്രൂഫ് ചെയ്യാണ്. ഇവിടെ ചെയ്യാണ്. അപ്പൊ നമ്മൾ അപ്പോക്സി ആണ് അടിക്കുന്നത് അല്ലേ? നമ്മളെ വാട്ടർ ബേസ് അപ്പോക്സി എന്ന് പറയും. വാട്ടർ ബേസ് അപ്പോക്സി. അപ്പൊ അതിന്റെ ടിന്ന് ഇതൊക്കെ ഈ 5 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ ബക്കറ്റിൽ വരുന്നുണ്ട്. ഇതിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അല്ലേ? ഇത് 1 ലിറ്ററിന്റെ 1 ലിറ്ററിന്റെ ഹാർഡനർ. ഇത് ഹാർഡനറും റെസിനും അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മിക്സ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് അല്ലേ? ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. 1 മണിക്കൂറിനുള്ളിൽ അടിച്ച് തീർക്കണം. ഒരു 3/4 മണിക്കൂറാണ് ടൈം. നമുക്ക് ഒരു മണിക്കൂർ വരെ നിൽക്കാം. 1 മണിക്കൂറിനുള്ളിൽ അടിച്ചു തരണം. ഈ സാധനം എപ്പോക്സി അടിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ഇത് വാട്ടർ ബേസ് ആണെന്ന് മാത്രം. സാധാ അപ്പോക്സി വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇതിൽ വെള്ളം ചേർക്കണ്ടോ? ഇല്ല, ഞാൻ ചേർക്കില്ല. ഞാൻ വർക്ക് എടുത്ത് നമുക്ക് വെള്ളം ചേർക്കേണ്ട സമയം വരും. ചില സർഫ് അത് നമ്മൾ സാറ്റുറേഷൻ പോയിന്റിൽ അടിക്കുമെന്ന് പറയും. വെള്ളം കുടിപ്പിച്ച് വെള്ളം മാക്സിമം കുടിച്ചിട്ട് അപ്പോഴേ പെൻട്രേറ്റീവ് അത് പെൻട്രേറ്റും ചെയ്യുന്നത് ഈ അപ്പോക്സി അല്ലേ? സാധാരണ നമ്മളെ മാർക്കറ്റിലൊക്കെ ഈ വാട്ടർ ബേസ്ഡ് അപ്പോക്സി തീരെ കിട്ടാനില്ല. ഇവിടെ മാർക്കറ്റിൽ ഇല്ല. ഇവിടെ പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വാട്ടർ ബേസ്ഡ് അപ്പോക്സിന്റെ എന്താ ഗുണങ്ങൾ എന്താണ്? നമ്മുടെ സാധാരണ സോൾവെന്റ് ബേസ്ഡ് അല്ലോ? സാധാരണ വാട്ടർ ബേസ് നമുക്ക് വാട്ടർ റിട്ടേൺ ഈ ഏരിയയിലേക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് സാധനം അത്. വെള്ളം ഇവിടെ സ്വിമ്മിംഗ് പൂള്, ബാത്റൂം, ലിഫ്റ്റിന്റെ വിറ്റ്, റിട്ടൈനിങ് വാള്, അതിൽ ഏതെങ്കിലും കടൽ തീര, പുഴത്തീര, പിന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, അങ്ങനെയുള്ളിടത്തേക്ക് ഇത് ബെസ്റ്റാണ് അല്ലേ? ഇതുപോലെ ഓപ്പൺ ടെറസിന് ഇതിലാകെ ഉള്ളൊരു പ്രശ്നം നോക്കേണ്ട, സൂക്ഷിച്ചടിച്ചാൽ മതി. വെയിൽ കൊള്ളാൻ പറ്റില്ല, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത്. UV റെസിസ്റ്റൻസ് കുറവാണ്. പക്ഷെ വെയിൽ കൊള്ളില്ല എന്ന് വെച്ചാൽ ഒരു ബാരിയർ കോട്ട്, ഇപ്പോൾ ഒരു പെയിന്റ് അടിച്ചിട്ടാലും കുഴപ്പമില്ല. അതായത് ഈ അപ്പോക്സി ചെയ്തതിന്റെ മുകളിൽ ഒരു പെയിന്റ് അടിച്ചിട്ടാലും മതി. അങ്ങനെയാണ് ബാരിയർ കോട്ട്, ഒരു ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ റഫ് സർഫേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് അടിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ആവുന്ന പ്രശ്നമില്ല. പിന്നെ ഒരു കാലത്തും കേടില്ല. അത് നമ്മള് അപ്പോൾ ഇത് സ്വിമ്മിംഗ് പൂളിന് അടിക്കാം. പണ്ട് സ്വിമ്മിംഗ് പൂളിനൊക്കെ അടിക്കാനൊന്നും ഇല്ല.
പിന്നെ ഇവിടെ ഈ ക്ലോറിനേറ്റഡ് റബ്ബർ അത് ഇതൊക്കെ അടിക്കുന്ന ആൾക്കാർ. അതൊക്കെ ഹെൽത്ത് ഇഷ്യൂ ഭയങ്കര, ആൾക്കാർക്ക് അറിയില്ലാതെയൊക്കെ. ഇത് പഠിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് അടിച്ചാൽ മതി, നെറ്റ് മറ്റേ സാധാരണ വാട്ടർ പ്രൂഫ്? അതിന് നെറ്റിൻ്റെ ആവശ്യമില്ല. നെറ്റിൻ്റെ ആവശ്യമില്ല. നെറ്റ് എല്ലാവരും ഇടും. നെറ്റ് ഒരു ഫ്ലെക്സിബിൾ കോട്ടിങ്ങിനാണ്, ഫ്ലെക്സിബിലിറ്റി കിട്ടാനാണ്. അപ്പോൾ നെറ്റ് ഇടുന്നതിന് ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് ഇറങ്ങി 5 കോട്ട് 6 കോട്ട് വാട്ടർ പ്രൂഫിങ്, പിന്നെ നെറ്റ് ഇടും. ഇപ്പം എല്ലാവരും പറഞ്ഞാൽ നെറ്റ്, അപ്പം നെറ്റ് ഇടാൻ എന്തിനാന്ന് ഇടുന്നവർക്ക് തന്നെ അറിയില്ല. അപ്പം ഇപ്പം അത് ട്രെൻഡിന് ഇപ്പം എല്ലാവരും നെറ്റ് ഇടും. ഈ മൂലയ്ക്കെല്ലാം ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രാക്ക് വരെ, ഇപ്പോൾ ഈ വാറ്റ ഈ കോർണർ ഈ ചുമരും ഇതും കൂടി ചേരുന്ന ഭാഗം, അവിടുന്ന് ലീക്ക് വരരുത്, അതിനാണ് ഇത് ഇടുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കർവ് ചെയ്ത് എടുക്കുക. അതൊക്കെയാണ് സിസ്റ്റം ശരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് നമ്മളത് അത്രയും സ്ട്രോങ് ആണ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കോട്ടാണ് ഫുള്ളായിട്ട് അടിച്ചിട്ടുള്ളത് അല്ലേ? ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട്. ആ കോർണറിൽ സെക്കൻഡ് കോട്ട് അടിച്ചിട്ടുണ്ട് അല്ലേ? കോർണർ അടിച്ചിട്ടുണ്ട്. ആ സിമെന്റ് ചേർത്തിട്ട് അടിക്കും അല്ലേ? സെക്കൻഡ് കോട്ടിൽ സിമെന്റ് ചേർത്താലേ, അല്ലെങ്കിൽ മണൽ പതറണം. ഒരു റഫ് കിട്ടാൻ വേണ്ടിയിട്ടാ? റഫ് കിട്ടാനില്ലെങ്കിൽ നെക്സ്റ്റ് പിടിക്കുള്ളൂ. അടുത്ത കോട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പിടിക്കില്ല. അപ്പം അതിൽ അടുത്ത പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സിമെന്റ് ചേർക്കണം, അല്ലെങ്കിൽ മണൽ പതറണം. മണൽ പതറൽ ഇവിടെയൊക്കെ ഇത് വെർട്ടിക്കൽ സർഫേസിൽ അല്ല, ഹോറിസോണ്ടലിലാണെങ്കിൽ ഇവിടെയൊക്കെ ഓക്കെയാണ്. വെർട്ടിക്കൽ ചുമരിലേക്ക് ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് വളരെ സിമ്പിൾ അല്ലേ വാട്ടർ പ്രൂഫ് ചെയ്യാൻ? ജസ്റ്റ് സിമ്പിളാണ്. അങ്ങനെ അടിക്കണത് നമ്മളിങ്ങനെ ഒരച്ച് അടിക്കുക. കണ്ണ് മൊത്തം അടഞ്ഞ് വരണം. നമ്മളത് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കോട്ടിൽ തന്നെ അങ്ങോട്ട് വാട്ടർ പ്രൂഫ് ആവില്ലേ? ആവണം. വേറെ എവിടെയും ബാക്കി ഉണ്ടാവില്ല. അതപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് അടഞ്ഞ് നമുക്ക് ഇനി ഒരു കോട്ടും കൂടി വേണം. ഒരു കോട്ട് കൂടി ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി നല്ല സ്ട്രോങ് ആവും. നമ്മുടേത് മൈക്രോ റൗണ്ട് കോട്ടിന്റെ ആവശ്യമുള്ളത്. സാധാരണ നമ്മുടെ ഇത് ശരിക്കും എന്താണ് ഇതിന്റെ മെറ്റീരിയൽ പറഞ്ഞത്? ശരിക്കും എന്താണ്? എപ്പോക്സി, വാട്ടർ ബേസ് എപ്പോക്സി. എപ്പോക്സി ഇവിടെ ഇപ്പം മാർക്കറ്റിൽ കൂടുതൽ വരുന്ന പോളിമർ, ലാറ്റക്സ്, SBR, പിന്നെ ഇപ്പോൾ 2K എന്നുണ്ട്, 2 കോമ്പണന്റ് സിസ്റ്റം. അതൊക്കെയാണ് ഇവിടെ ഓടുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യുന്നത് ഈ അപ്പോക്സിയാണ്. ഞാൻ പണ്ട് നമുക്ക് ഇതില് ഇത് മതി, നമുക്കത് മതി. അപ്പോൾ ബാത്റൂമിന് തന്നെയാണ് ചെയ്യാറുള്ളത്? ബാത്റൂമിലൊക്കെ ഏറ്റവും നല്ലത് ഇതാണ്. ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റേ ആ നെറ്റ് വെച്ച് ഇത് പൈപ്പ് ഉണ്ട്. പൈപ്പ് മുമ്പിൽ നമ്മൾ കയറ്റി അടിക്കും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ശരിക്കും പിടിക്കും അല്ലേ? ഈ പ്രോഡക്റ്റിന്റെ പേരെന്താ ശരിക്കും? ഒരു അപ്പോക്സിന്റെ പേരെന്താ വരുന്നത്? ലിബാപോക്സി 250. ലിബാപോക്സി അതാണ് വരുന്നത്. ഇത് നമ്മളെ ലോട്ടസ് അതിൻ്റെ തന്നെയാണോ? ലോട്ടസ് പോളിമർ അല്ലേ? പോളിക്കോട്ട്. ലോട്ടസ് പോളിക്കോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്, ബോംബെ ബേസ്ഡ് അല്ലേ? അതിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിലുള്ളത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ ഒരു അപ്പോക്സിൻ്റെ കാര്യങ്ങൾ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ആ ക്ലിയറിൻ്റെ വീഡിയോ ആണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലത്തെ ഉള്ളൊരു യൂണിക്കായിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ മാർക്കറ്റിലൊന്നും കിട്ടാത്തൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ സുരേന്ദ്രൻ്റെ അടുത്ത് നിന്ന് മാത്രം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു അപ്പോക്സി. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ടെറസും ബാത്റൂം അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അല്ലേ? മാർക്കറ്റിൽ കമ്പനികൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വലിയ കമ്പനികൾക്ക് ഉണ്ടായിരിക്കാം. അത് എടുത്ത് നോക്കിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? മറ്റേ അതിനായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് റേറ്റിൽ കൊടുക്കുള്ളൂ. റേറ്റ് അത് ആരും എന്ത് സാധനവും നമ്മുടെ ഒരു പാർട്ടിക്ക് കൊടുക്കുന്നത് റേറ്റ് വൈസ്, ക്വാളിറ്റി വൈസ്, ഡ്യൂറബിലിറ്റി അതിൻ്റെ അതൊക്കെ വെച്ചിട്ടേ കൊടുക്കുള്ളൂ അല്ലേ? അതുണ്ട്. അതൊക്കെ ഞാൻ പറയാ ഇതുപോലെ ചലഞ്ച് തന്നെയാണ്. അതെ, ചലഞ്ച് തന്നെയാണല്ലോ. ആർക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കില്ല. അതിലും ബെസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് ചെയ്യുള്ളൂ. നമ്മളെ പരസ്യം എന്ന് പറയുമ്പോൾ കസ്റ്റമറെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതാണ് നമ്മളെ പരസ്യം. നമുക്ക് റിസൾട്ട് അത് നമ്മളെ പ്രഭാരേട്ടനെ പോലുള്ള ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളെ സ്റ്റോണിലേക്ക്. അതുപോലെ ഒരുപാട് ആളുകൾ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം കുറഞ്ഞതാണ്. ഇപ്പം ഞാൻ കുറച്ച് ഇപ്പം ഈ വയ്യാതെ കുറേ കൊല്ലായി.
പിന്നെ കുറേ പറഞ്ഞാൽ ശരിയല്ല. അല്ല ഇവിടെ നമ്മളെ ഈ ഭാഗങ്ങളിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, നമ്മുടെ കേരളത്തിൽ ഒരുപാട്. ഇവിടുന്ന് തിരുവനന്തപുരം തൊട്ട് ചെയ്തിട്ടുണ്ട് പാർട്ടികളൊക്കെ പറയണത് നമ്മൾ. നമ്മുടെ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ 125-150 മൈക്രോൺ കോട്ട് അത്ര തിക്നെസ്സേ വരുന്നുള്ളൂ അല്ലേ? ആവശ്യമുള്ളൂ. ഇത് വേറെ ഒന്നുമില്ല, ഇത് പ്യൂർ എപ്പോക്സിയാണ്. ഇതിൽ തന്നെ കുറച്ച് എപ്പോക്സി നമുക്ക് കുറേ സാധനം ഉണ്ട് എപ്പോക്സിയിൽ. വാട്ടർ ബേസ് എപ്പോക്സിൻ്റെ പുട്ടിയുണ്ട്, പിന്നെ വേറൊരു പെയിന്റ് പോലത്തെ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അത് ആ പുട്ടിയാണ് നമ്മുടെ ടൈൽ ജോയിന്റിലൊക്കെ ഇടുന്നത് അല്ലേ? ടൈൽ ജോയിന്റിൽ ഇടും നമ്മൾ. ഇത് ടൈൽ ജോയിന്റിലേക്ക് പറ്റുന്നതല്ലല്ലോ? ടൈൽ ജോയിന്റിലും ഇടും, ഞാൻ ഇടാറുണ്ട്. സ്വിമ്മിംഗ് പൂള്, ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അടിച്ചിട്ടുണ്ട്, ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ ടാങ്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. വാട്ടർ ടാങ്കിൽ ഇവിടെ ഇല്ല, ബോംബെയിലൊക്കെ കണ്ടമാനം ചെയ്തിട്ടുണ്ടല്ലേ? വാട്ടർ ടാങ്കിൽ അടിക്കാൻ അതിൻ്റെ അപ്ലിക്കേഷന് ഓരോന്നിനും ഓരോ വ്യത്യാസം. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വലിയ വീട്ടിലാട്ടോ, വലിയ വീട് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയ പൂളൊക്കെ ഉള്ള വലിയൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ ഈ ഇത്രയും ഓപ്പൺ ടെറസ് ഏരിയയിൽ ലീക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു ടൈലൊക്കെ ഇട്ട് സെറ്റായി ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊരു ലീക്കിൻ്റെ വലിയ പ്രശ്നം വന്നപ്പോൾ സുരേന്ദ്രേട്ടനെ വിളിച്ചിട്ട് ഇവിടെ റിപ്പയർ ചെയ്യാണ്. ആ ടൈലൊക്കെ എടുത്ത് നമ്മൾ അപ്പോക്സി ഫിക്സ് ചെയ്യണം, വാട്ടർ പ്രൂഫ് ചെയ്യാണ്. അപ്പോൾ സുരേന്ദ്രേട്ടൻ ചെയ്യുന്ന ഈ ഒരു അപ്പോക്സിൻ്റെ വർക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാലത്തെ ഈ ഒരു മേഖലയിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സുരേന്ദ്രേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലിയർ കോട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്റ്റോണിലേക്ക് അന്വേഷിച്ച് നമ്മളോട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതേപോലത്തെ നല്ലൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ അപ്പോക്സി അല്ലേ? വാട്ടർ പ്രൂഫ് അപ്പോക്സി, വാട്ടർ ബേസ്ഡ് അപ്പോക്സി. അതിന്റെ പേരെന്താ പറഞ്ഞത്? ദിബോബോക്സി 250. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടവർ, അതുപോലെ തന്നെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സുരേന്ദ്രേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പം സുരേന്ദ്രേട്ടനായിട്ട് ബന്ധപ്പെട്ടാൽ ഈ ഒരു പ്രൊഡക്റ്റും ലഭിക്കും. അത് ചെയ്തു കൊടുക്കില്ല നിങ്ങൾ? കുറച്ചൊക്കെ ചെയ്തു തരും. അപ്പോൾ അതിന് സഹായം ചെയ്തിട്ട് അതിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.